നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ഡ്രൈവറുടെ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർമാരുടെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 10ാം ക്ലാസ്സും പാസ്സാർത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എലിജിബിൾ ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2025 ഒക്ടോബർ 15 കേരള ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. ഇതിലേക്ക് അപേക്ഷിക്കുന്ന താല്പര്യമുള്ളവർക്ക് 2025 നവംബർ 19 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 386/2025 നേരിട്ട് നിയമനമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കേരള PSCക്ക് ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്ന ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ആ 1 ടൈം രജിസ്ട്രേഷൻ ആദ്യം തന്നെ പൂർത്തിയാക്കുക. എങ്ങനെയാണെന്ന് പിന്നീട് പറയാം. ഇപ്പൊ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ വേക്കൻസികൾ ഉള്ളത്. പോസ്റ്റിന്റെ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 26,500 മുതൽ 60,700 എന്നുള്ള സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതേപോലെ വിവിധ ജില്ലകളിൽ വേക്കൻസികളുണ്ട്. എണ്ണം പറഞ്ഞിട്ടില്ല, എങ്കിലും പല ജോലികൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ വരുന്ന വേക്കൻസികളൊക്കെ ഇതിൽ നിന്നായിരിക്കും നികത്തിൽ കൂടുതൽ ഒഴിവുകൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. നേരിട്ടുള്ള നിയമനമാണെന്ന് ഞാൻ പറഞ്ഞു. ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്കുള്ള പ്രായം പറഞ്ഞിട്ട് 21 മുതൽ 39 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 2/1/86 1/1/2004 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ ഈ സെലക്ഷൻ പ്രോസസ്സിലേക്കൊക്കെ ഈ കടക്കുന്ന സമയത്തൊക്കെ ഈ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ നെഞ്ചളവ് 83 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് 4 സെന്റിമീറ്റർ എക്സ്പാൻഷന്റെ കഴിവുള്ളവരായിരിക്കണം. അതുപോലെ നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. 2 കണ്ണിനും ദൂരക്കാഴ്ച 2 കണ്ണിനും 6/6 സിഗ്നൽ ഉണ്ടായിരിക്കണം. അടുത്ത കാഴ്ച 0.5 സിഗ്നൽ 2 കണ്ണിനും ഉണ്ടായിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ജോയിൻസ്, മസിൽസ് ഒന്നും അങ്ങനെ പാരാലിസിസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. നെർവസ് സിസ്റ്റംസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കുക. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതോടൊപ്പം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് മെഡിക്കൽ ഓഫീസർ സർട്ടിഫൈ ചെയ്ത കാഴ്ചശക്തി ഉൾപ്പെടെയുള്ള കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതിലേക്ക് നിങ്ങൾ www.keralapsc.gov.in സൈറ്റിൽ പോവുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റിലെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് എത്ര തവണ വേണമെങ്കിലും എത്ര പോസ്റ്റിന് വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലും അപേക്ഷിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്ത് മൊബൈൽ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ നിങ്ങൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിങ്ങളുടെ റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഫോട്ടോയ്ക്ക് നമ്മൾ 10 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ആധാർ കാർഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ ഒരു കോപ്പിയുടെ നിങ്ങൾ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്തോ ഒക്കെ ID പ്രൂഫായിട്ട് അത് വിനിയോഗിക്കാം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ കേരള PSCക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഒന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകുവാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും അവസരത്തിൽ നമ്മൾ തെറ്റായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ കാൻഡിഡേറ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയാണെന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഈ സെലക്ഷന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം പ്രിന്റ് ഔട്ട് കൂടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കേരള PSCയുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യും. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മൈ ആപ്ലിക്കേഷൻസ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ എഴുതാൻ റെഡി അതിന് കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് നിർബന്ധമായി അത് കൊടുത്തിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസരം 2025 നവംബർ 19 ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. www.keralapsc.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.